പിന്നെ കുറ്റവാളിയായി മുദ്രകുത്തി ആട്ടി പുറത്താക്കിയവരൊഴികെ എല്ലാവരും അറിയണം. ഇവിടെ ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെട്ടവളായി കഴിയാൻ എനിക്ക് കഴിയുന്നില്ല. തുറന്നു പറയൂ, അപ്പോൾ അല്പം ആശ്വാസം ലഭിക്കുമല്ലോ. അതെ, അന്നൊരു സന്ധ്യാനേരം പണി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോൾ എന്റെ കുഞ്ഞിന്റെ അലറി വിളിച്ചുള്ള കരച്ചിൽ കേട്ടു. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഒരു ദുഷ്ടൻ എന്റെ കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. അവളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ കിടന്ന ഒരു തടി കഷ്ണം എടുത്ത് അയാളെ ഞാൻ അടിച്ചു. അടി അയാളുടെ തലയിലാണ് കൊണ്ടത്. ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഓടി. അപ്പോഴേക്കും ആൾക്കാർ ഓടിക്കൂടി. പോലീസ് എത്തി. ഈ സമയം അടിയേറ്റാൾ മരിച്ചു. അപ്പോൾ ആ കുഞ്ഞ് എന്റെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. പക്ഷെ അവളുടെ മൊഴി ഞാൻ അയാളെ അടിച്ചത് കണ്ടു എന്നായിരുന്നു. അത് കോടതിയിൽ തെളിവായി. അങ്ങനെ ഞാനൊരു കുറ്റവാളിയായി. ജീവപര്യന്തം ശിക്ഷയും കിട്ടി. നിങ്ങളുടെ ഭർത്താവ് എന്റെ കുഞ്ഞിന്റെ മുഖം കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല. ആ കുഞ്ഞിനെ രക്ഷിക്കാനല്ലേ ഇതൊക്കെ ചെയ്തത്? എന്നിട്ട് അതെ, അവളെ രക്ഷപ്പെടുത്തിയതിന്റെ കഥ ആരും തിരക്കിയതുമില്ല. നിങ്ങൾക്ക് ബന്ധുക്കളായിട്ട് ആരുമില്ലേ? ബന്ധുക്കൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്ന എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. കുറ്റവാളിയായി ജയിലിൽ കഴിയുന്ന എന്നെ അന്നേ അവർ ഉപേക്ഷിച്ചിരുന്നു. ആ കുഞ്ഞിപ്പോ ആ കുഞ്ഞ് എന്റെ കുഞ്ഞ് എന്റെ മോളിപ്പോ എന്റെ കർത്താവേ. വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. ബന്ധുക്കൾ ബന്ധുക്കളൊന്നും വിഷമമൊന്നും വേണ്ട. ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. നിങ്ങൾ ചേട്ടത്തി കൊല വെട്ടിയാ പോരെ, ഞാൻ സഹായിക്കാം. വാ, നമുക്ക് വാഴത്തോട്ടം കൊല വെട്ടിക്കാം. Check it out. ഇതെന്താ പടല? ഇതാ ഇത് പടവലം. പടല. ഓഹോ, ഇത് മുരിങ്ങക്ക, ഇത് പടവലം. മുരിങ്ങക്ക. ഓ, മുരിങ്ങക്ക. 50 പേർക്ക് സാമ്പാറും അവിയലും തോരനും വെക്കാനുള്ള മലക്കറിയോട് ഞാൻ പറഞ്ഞത്. ബാക്കി കൊണ്ടുവന്നൊരു തോളടിഞ്ഞോ കൂടാ. പട്ടീന്നാ അതായിരുന്നു വിടാം. എളുപ്പടുത്തോണ്ട് വേണം കേട്ടാ. ഞാൻ പോയി വാഴക്കൊല അടിക്കോട്ടെ. നിന്റെ ഹിന്ദി ഒന്നും എന്റെ അടുത്ത് വേണ്ട. നേരം വണ്ണം വല്ലതും പറ, അതിന് മറുപടി ഞാൻ പറയാം. അത് തന്നെ എന്തു ചെയ്യുന്നു? ആ പാൽഗോപായി പറഞ്ഞിട്ട് പോയത് കേട്ടോ. പാൽഗോപായ അതാരാടാ? ഗോപാലൻ കള്ളസേട്ടൻ വരാമെന്ന് പറ്റിച്ച് കള്ളസേട്ടൻ. ഞാൻ നീ എടുത്തേ. ഉച്ചയ്ക്ക് കറിക്കുള്ളതാ. ബാക്കി കൂടെ എടുത്തിട്ട് വരണേ. വസന്തിയൊക്കെ
എല്ലാം ശരിയാണ്. ബഡാ സാഹിബ് അന്തർ ഹേ? ഇല്ല, പപ്പ അകത്തില്ല. എന്താ കാര്യം? സാഗറിന്റെ ടിക്കറ്റിന്റെ കാര്യമാണോ? അത് ഓഫീസിൽ വെച്ചിട്ടുണ്ടല്ലോ. അതല്ല, ബഡാ സാഹിബിനോട് എനിക്ക് വേറൊരു കാര്യം പറയാനും. കുഞ്ഞേ, ഇയാൾ ഇതുവരെ നേരാൻ വേണം മലയാളം പറയാൻ പഠിച്ചില്ലേ? കുറച്ചൊക്കെ അറിയാം. അല്ല, എന്താ കാര്യം? പിന്നെ അതിലേക്ക് എന്നോട് പറയൂ, ഞാൻ പപ്പയോട് പറയാം. നാട്ടിൽ मेरा माम अकेला है. നാട്ടിൽ അമ്മ തനിച്ചേ ഉള്ളൂ. ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോ അമ്മയെ കൂടി കൂട്ടട്ടെ എന്ന് ചോദിക്കാനായിരുന്നു. ഇവിടെ ആകുമ്പോൾ എനിക്കെന്നും എന്റെ അമ്മയെ കാണാമല്ലോ. ഇത്രയേ ഉള്ളൂ? ഇതാണോ വലിയ കാര്യം? ഭീംജി നാട്ടിൽ പോയിട്ട് കൊണ്ടപ്പോ അമ്മയെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നുള്ളൂ. ഞാൻ പപ്പയോട് പറയാം. ഭീംജിക്ക് അമ്മയെ വലിയ ഇഷ്ടമായില്ലേ? मेरा जिंदगी है, वो अकेले में जी കുഞ്ഞെ, അയാൾക്ക് വിദ്യാഭ്യാസം കുറവുള്ളത് കണ്ടായിരിക്കുമല്ലേ അമ്മയോട് ഇത്രയും സ്നേഹം? എന്താ അമ്മേ, ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ മറന്നു പോകുന്ന എന്താ? ആട്ടെ, അങ്കിളിന് മരുന്നെല്ലാം കൃത്യം എടുത്തു കൊടുക്കുന്നുണ്ടോ? അത് ഞാൻ മറന്നു പോയാലും അദ്ദേഹം കൃത്യമായി എടുത്ത് കഴിച്ചോളൂ. വരും, നമുക്ക് അകത്തോട്ട് പോകാം. അപ്പം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അതിലൊന്നും ഒരു മാറ്റമില്ലല്ലോ. താൻ വിഭാവന ചെയ്ത രീതി തന്നെ ഈ പണി നമുക്ക് പൂർത്തിയാക്കും. ഇത് എന്റെ ഉറപ്പാണ്. എന്നെ വിശ്വാസമുണ്ടല്ലോ അല്ലേ? തന്നെ അവിശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ ബന്ധത്തിൽ അങ്ങനെ ഒന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? എന്താണെങ്കിലും രണ്ടുപേരുടെ വിശ്വാസം അസംബ്ലി കളിക്കുകയാണ്. മോളിക്ക് വാ, ചോദിക്കട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖം തന്നെയാണ്. ആ, പറഞ്ഞു വന്നത് നിന്റെ പപ്പ ഇയാള് ഈ സ്ഥാപനത്തെ ഒന്ന് വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടി നാട്ടിലെ പ്രോപ്പർട്ടിയൊക്കെ വിൽക്കാൻ ശ്രമത്തിൽ നോക്കി, പക്ഷേ നടന്നില്ല. ഇവിടെ നോക്ക്, അതിന് സമയം എടുക്കുകയും അതിന് ഇത്രയധികം ടെൻഷനാക്കേണ്ട വല്ല കാര്യം അത് ഞാൻ നടത്തുകടോ. എന്റെ ഉറപ്പാണ്. ഞാനൊന്നും മറന്നിട്ടില്ലടോ, മറക്കുകയില്ല. എത്രാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്? എങ്ങനെ പറയാതിരിക്കോടോ? എന്റെ ജീവിതം തിരിച്ചു തന്ന തന്നോടുള്ള കടപ്പാട്. അന്ന് ആ ആക്സിഡന്റിൽ തന്റെ ശ്രീലക്ഷ്മി മരിച്ചപ്പോ അവരുടെ കിഡ്നി ദാനം ചെയ്ത് താൻ എന്റെ ജീവിതത്തെ ഇതുവരെ എത്തിച്ചില്ലടോ. അതൊക്കെ ഞാൻ എങ്ങനെ മറക്കൂടോ? പറയണോ? തുടങ്ങി അങ്കിളിന്റെ അപ്പയെ പ്രവർത്തിക്കാം. അങ്കിളെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇന്നത്തെ കാര്യം സംസാരിക്കാം. മോളെന്നാ? അല്ല അങ്കിളെ, അങ്കിളിന്റെ പ്രിയപുത്രൻ ഡോക്ടർ ദേവേഷ് കുര്യൻ അങ്ങ് അമേരിക്കയിൽ ട്രംപിന്റെ കഴിയാനാണോ കാരണം? മോളെ, നിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. ഇവിടെ നോക്ക്, ദേവേഷ് വന്നില്ലേ അങ്കിളെ എന്ന് ചോദിച്ചാ പോരായിരുന്നോ? അതിനിങ്ങനെ ചുറ്റി വളയേണ്ട കാര്യമുണ്ടോ? അപ്പോഴേക്ക് നാണോ ആയോ? അല്ല, മോളൊന്നും പറഞ്ഞില്ലേ? ഇല്ല. താനൊന്നും പറഞ്ഞില്ലേടോ? മോളെ, അവൻ ഇന്ന് വരികയാ. എയർപോർട്ടിൽ പോകേണ്ടതുകൊണ്ടല്ലേ എല്ലാവരെയും ഹാളിൽ റെഡിയായിരിക്കാൻ പറഞ്ഞത്. ഉടനെ വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു, പക്ഷേ അത് ഇന്നാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സാരമില്ല, എങ്കിൽ ഞാൻ എല്ലാവരും പോയി അറേഞ്ച് ചെയ്തിട്ടാ. വിഷമമായോ? സാരമില്ല. അതൊക്കെ അവിടെ ഒരു മാലാഖയാണ്. തന്റെ അന്നത്തെ തീരുമാനത്തോട് ആദ്യം എനിക്ക് യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അത് പല ജീവിതങ്ങളുടെയും രക്ഷപ്പെടുത്തലായിരുന്നില്ല. എന്റെ ശ്രീലക്ഷ്മിയുടെ മരണം അന്ന് എന്നെ തകർത്തു കളഞ്ഞു. മാത്രമല്ല, എന്റെ സഹപ്രവർത്തകനായ ഒരാൾ ചെയ്ത കുറ്റത്തെ രക്ഷിക്കാൻ ആ കുറ്റം എന്നെ ചുമത്തി എന്നെ ശിക്ഷിച്ചപ്പോൾ ആ ജോലി ഞാൻ രാജിവെച്ചു. അതിനും താൻ അന്നെന്നെ കുറ്റപ്പെടുത്തിയില്ലേ?
എടോ അന്ന് എനിക്ക് അങ്ങനെ അത് പറയേണ്ടി വന്നു. ധാരാളം സ്വത്തുക്കൾ, അവകാശികൾ ആരുമില്ല. അന്നത്തെ എന്റെ തീരുമാനം ഉചിതമല്ലായിരുന്നോ? അതുകൊണ്ടല്ലേ എനിക്കെന്റെ റാണിമോളെ കിട്ടിയത്? റാണിമോൾക്ക് ഇല്ല, അവൾക്കൊന്നും അറിയില്ല. പപ്പ എന്ന് വിളിക്കുമ്പോൾ അവൾ എന്റെ വളർത്ത മകളല്ലടോ, എന്റെ സ്വന്തം മകൾ തന്നെയാണ്. എന്റെ ശ്രീലക്ഷ്മി എന്നെ ഏൽപ്പിച്ച എന്റെ സ്വന്തം മകൾ. വിശ്വ, എല്ലാം എനിക്ക് അറിയാവുന്നല്ലേടോ. വർഗീസ്, ഈ ഇരിക്കുന്ന എന്റെ ശ്രീലക്ഷ്മിയുടെ ഹൃദയം എന്നും എന്റെ റാണിമോൾ മാല ചേർക്കാറുണ്ട്. ഒരിക്കൽ എല്ലാം അറിയുമ്പോൾ അവളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ലടോ, എനിക്കറിയില്ല. സമാധാനിക്കണോ, എല്ലാം മംഗളമായി തന്നെ കലാശി. അല്ല വിശ്വ, ഇവര് ഇത് ഏരിയാമ്മ 2 ദിവസമായിട്ട് കൂടെ വന്നിട്ട് തന്നോട് പറയാൻ വിട്ടുപോയി. പിന്നെ ഞാൻ എല്ലാം വ്യക്തമായി പറയാം. മോളെ, എന്താ ഇവർക്ക്? അങ്ങളെ തലവേദന എടുക്കുന്നു പറഞ്ഞു. ആളി വെച്ചാകുമ്പോൾ എല്ലാരും നോക്കുമ്പോ വൈകുന്നു വെച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് ഞാൻ നോക്കാം. കണ്ടാ തോന്നുന്നു ഇവിടെ വേദനയുണ്ടോ? ഇവിടെയോ? മോളെ, കുഴപ്പമൊന്നും കാണുന്നില്ല. ഒരു കാര്യം ചെയ്യും, എന്റെ ടേബിളിൽ തലവേദനയുടെ ഗുളിക, ഒരു ഗുളിക എടുത്തു. ഒരു ഗുളിക കഴിച്ചിട്ട് അല്പം വിശ്രമിക്കും, മാറിക്കിട്ടും. അതും വിശ്വ, അവര് സ്വമേധയാ വന്നതോ അതോ? ജയിൽ ശിക്ഷ കഴിഞ്ഞപ്പോ ഞാനിഞ്ഞ് കൂട്ടിക്കൊണ്ടു പോന്നു. ഇവിടെ കിച്ചന്റെ ചുമതലയിൽ നൽകി. തന്റെ ജീവിതം ശരിക്കും അശരണക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. ഇവിടെ താനും ഉണ്ടല്ലോ എന്നൊരു വിശ്വാസം. ഇതിൽ നിന്നും കിട്ടുന്ന സന്തോഷവും സുഖവും പറഞ്ഞറിയിക്കാൻ പറ്റട്ടോ. എന്നും കണ്ണുനീരും തേങ്ങലുമായി നീറി കഴിച്ചിരുന്നവർ ഇന്നെല്ലാം മറന്ന് സന്തോഷിക്കുന്ന കാഴ്ച അത് താനും കാണുന്നതല്ലേ? അതല്ലേടോ ഈ സ്ഥാപനത്തിന്റെ മഹത്വം. ഇവരുടെ ഓരോരുത്തരുടെയും മുഖങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു സംതൃപ്തിയാണോ. ഈ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പുണ്യ പ്രവൃത്തി. എടോ, സമയം ഒരുപാടായല്ലോ, എല്ലാവരും അകത്ത് വെയിറ്റ് ചെയ്യാതിരിക്കില്ലേ? നമുക്ക് അകത്തോട്ട് ചെല്ലണ്ടേ? താൻ ചെല്ലും, ഞാൻ ഉടനെ വരാം. ഓ, എനിക്ക് എപ്പോഴും ധൃതിയാണല്ലോ. അപ്പൊ ഞാൻ അകത്തോട്ട് പോയി. നമസ്കാരം. വർഗീസ് സാർ വന്നോ സാറേ? അന്നല്ലോ, ഇപ്പൊ അകത്ത് പോയതേ ഉള്ളൂ. അയ്യോ, ഇന്ന് റാണിക്കുഞ്ഞിനെ വായിക്കുന്ന ഞാൻ കേട്ടത്. അല്ല, അത് കഴിഞ്ഞ് പിന്നെ നീ എവിടെ പോയിരുന്നു? ആ, ഞാന് സാറേ, നമ്മളെ പുതിയ കുശിനിയില്ലേ ഏലിയാമ്മ ഒരു വാഴക്കൊല വെട്ടി കൊടുക്കാൻ പറഞ്ഞതാ. സഹായിക്കാൻ ഞാൻ ഏറ്റു. അപ്പൊ അവർക്ക് തലതെടുക്കാൻ അവരെ കിച്ചണിൽ പോയി. പിന്നെ നമ്മളെ ഭീമസേനാണെങ്കിൽ നാട്ടിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇനി ഒരു ജോലി അവൻ ചെയ്യും. ഓ, ശരിയാണല്ലോ. ഭീമൻ നാട്ടിൽ പോയാണല്ലോ. അതെ, അപ്പോഴേ പോവാല. ഭീമൻ നാട്ടിൽ പോയ ഈ ജോലി എല്ലാം കൂടി നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഇത് കാര്യം ചെയ്യും, തൽക്കാലം സഹായത്തിന് ആരെയും നിർത്തിക്കോ. പിന്നെ ഈ കുഴപ്പക്കാരൊന്നും കൂടെ ആവരുത്. ഇല്ല ഇല്ല. ഞാൻ അകത്തോട്ടൊന്ന് പോയിട്ട് വരാം. സാർ, ഞാൻ പറഞ്ഞു വിളിച്ചോ? Check the walk, at the top, I've been close to you. Got the sage and the cap with my uniform chick. Cause I am the man, you have seen me before. Got a lot of spaces coming more and more. And check it out. ഇതെന്തോടാ? നീ നാട്ടിൽ പോകാൻ പോണ? അവന്റെ ഒരു ബോർഡിംഗ് ക്ലാസ്. അയ്യോ ഭീമ, കണ്ണട വേടാ.
अभी दिखता है ना ഇത് എങ്ങനെയാണ് നീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണത്? स्टाइल मारने के लिए ഇതൊക്കെ ചെവി വെച്ചാൽ കേൾക്കാൻ പറ്റുമോ? നീ നാട്ടിൽ പോകുമ്പോ വേണല്ലേ? ആധാരം ടിക്കറ്റ് എടുത്താ सब कुछ ठीक है बेटा ബാഗ് സൂപ്പർവൈസർ ഡ്യൂട്ടി അറിയാലോ. ബാഗ് എല്ലാം പരിശോധിച്ചിട്ടേ നാട്ടിൽ വിടുള്ളൂ. സിബ് മാറ്റും. भैया सटा जा आटा पहले सटा അയ്യേ വൃത്തിയോനെ പാന്റിന്റെ സിബ് അല്ല ബാഗിന്റെ സിബ് മാറ്റേ. നോക്കടാ കരുവാടുണ്ടാ क्या है सटा ഭയങ്കര നാറ്റം. എന്തുവാടാ ലോട്ടറി കച്ചവടം? അയ്യോ ഒരുപാട് ലോട്ടറി ഉണ്ടല്ലോ. ये काशी सटा, ये मेरा माँ का साड़ी है कपड़ा साड़ी साड़ी സാരി साड़ी സാരി എന്ന് പറഞ്ഞാൽ സാരി. ഞാൻ ഹിന്ദി പഠിച്ചു. എന്താടാ പയറില്ല. ना मेरा അപ്പൊ ഇതാ एक काम करने का टाइम या जॉगिंग करने का टाइम दूसरा ग्रीन वाला अंदर है അപ്പൊ നീ അക്കുതി പോകടാ. वही है ना वो ग्रीन वाला अंदर है എന്തോന്ന് ബംഗാളിൽ ഇത്രയും ഇയർ പോണ ഇതെന്തോന്നാ മൊബൈൽ അടിച്ചു വെച്ചാ. क्या है सटा अंदर रखा ना ये पुराना याद है हिमल ഓ ഭീമസേന്റെ കാലത്തുള്ളത് എല്ലാം ചുടി ചെയ്തോ. പിടിച്ചിട്ടോ എടാ ഭീമ റാണി കുഞ്ഞ് പറഞ്ഞേ നീ നാട്ടിൽ പോയിട്ട് വരുമ്പോ നിന്റെ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് വരുമല്ലോ. നിന്റെ അമ്മയ്ക്ക് വേറെ ബന്ധുക്കളൊന്നും ഇല്ല അവിടെ. सटा माँ अकेला है अम्मा तनिचे उल्लू 132 ബംഗാളികളാണ് ഇപ്പൊ കേരളത്തിൽ നിന്ന് കല്യാണം കഴിച്ചത്. മലയാളി പെൺപിള്ളേർ. നിനക്ക് ഞാൻ പെണ്ണെ നോക്കട്ടെ. सटा नहीं मारता सटा मेरा एक जान है उधर उधर है നീ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ആ. 35 ലക്ഷം ബംഗാളികളാണ് നമ്മളെ കേരളത്തിൽ വന്നേക്കുന്നത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ ബംഗാളി പോലും കണ്ണാടി വെച്ചിട്ടില്ല. അതെന്താ? सटा तुम लोग क्या खाता है मटन चिकन ऐसा खाता है ना हम लोग क्या खाता है मालूम कीड़ा पालक पनीर दाल मखनी ऐसा ऐसा वेजिटेबल खाता है നീ കഥാപ്രസംഗം ഒന്നും പറയണ്ട. വെജിറ്റബിൾ കഴിക്കുന്നു ആ മലയാളികളെല്ലാം ബീഫും മട്ടൻ ചിക്കനും കഴിക്കണം. നിങ്ങൾ വെജാണ് കഴിക്കണത്. നിങ്ങൾ അച്ഛ ബംഗാളികളെ ഓക്കേ. അതെ ബീഫ് നാട്ടിൽ പോകണം. നാട്ടിൽ പോണായിരുന്നു സാധനം ടിക്കറ്റൊക്കെ റാണിമോൾ തന്നില്ലേ? എല്ലാം തന്നു സാർ എല്ലാം ठीक है നീ എന്നാ തിരിച്ചു വരുന്നേ? अगला महीना next തന്നു സാർ എല്ലാം തന്നു സാർ ठीक है ഇത് പിടിച്ചോ വാങ്ങിച്ചോ. ആ പിടിക്കാന്നേ थैंक यू सर പോല ഓ ഞാനാണോ പട്ടിനെ തുടങ്ങി ഓ ശരി സാർ. ഗോപാൽ ഭായ് ആ വരുന്നു എന്റെ നാട്ടിൽ നല്ല സ്ഥലമാണ് നല്ല സ്ഥലം. എന്നിട്ട് അവിടെ കിടക്കുന്ന ബംഗാളികൾ മൊത്തം കേരളത്തിലുള്ള കണ്ടത്. അതെടാ ചേട്ടാ കാശ് വേണം കാശ് രൂപ രൂപ ये हमारा गल्फ है അതെനിക്ക് മനസ്സിലായി. നിന്റെ പോക്കറ്റിന്റെ കനം കണ്ടപ്പോഴേ മനസ്സിലായി. थोड़ा है ചേട്ടാ ज्यादा नहीं है അതെ ഭീമ നിന്നെ നമ്മുടെ ഏരിയ വെച്ചോട്ട് തിരക്കി കണ്ടിട്ടേ പോകാവൂ കേട്ടാ. കണ്ടു കണ്ടു നല്ല ബഹൻ എലിയാമ അവര് കേക്കല്ലേ. എടാ എലിയാമയല്ല ഏലിയാമ. എലിയാമ എനിക്ക് 200 रुपए തന്നു ആഹാ ദോശ ചുട്ടുന്ന ചേട്ടാ ദോശ नहीं 200 रुपए 200 रुपए തന്നു 2000 ये पागल है 200 रुपए തന്നു എന്തിനാ ആവട്ടെ നിന്റെ പാക്കറ്റ് നിറഞ്ഞല്ല. ആ. നീ ഹാപ്പി ആയല്ല. ठीक है അച്ഛാ പോയിട്ടോ. ओके ആ. ഇത് വേണ്ട ഇവിടെ ഇരിക്കട്ടെ. ഗോപാൽ ഭായ് വരുന്നു റെയിൽവേ സ്റ്റേഷൻ പോസ്റ്റിന് കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് പോകണം. തട്ടിയടിച്ച് വീണല്ലേ ബാക്കി കൊണ്ട് നടന്നോ. ഇങ്ങനെയുണ്ടോ ബംഗാളികൾ സ്റ്റൈൽ മണ്ണാണ്. എന്റെ കപ്പൽ ഇങ്ങനെ തരി. പുളിക്ക എന്താ എറുമ്പടിച്ചാ കടയിൽ തരാം. ഓ കടവാനൊക്കെ ആളെന്തല്ല. ഓ ഈ ഇവിടെ ഒന്നിങ്ങനെ ആ. റാണി മോള് നിന്നെ തിരക്കി നടക്കണം. നിന്നെ കാണാത്തോണ്ട് ആ ബാലകൃഷ്ണനെ പിടിച്ചവിടെ നിർത്തിയിരിക്കുകയാണ് ഡോക്ടറെ സഹായിക്കാൻ. ആ ബാലകൃഷ്ണൻ മാവൻ അങ്ങനെ തന്നെ വേണം. അല്ല അതിരിക്കട്ടെ ചേട്ടൻ പിന്നെ നീ ചാടി പോന്നത്. ഞാനിവിടെ ഇരുന്ന് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോണ്ട് ചെയ്യാന്ന് വെച്ചേ. എനിക്ക് മനസ്സിലായി സീൻ കാണാൻ ഇറങ്ങിയതല്ലേ. ആ ചേട്ടാ അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നു. ആ
നമ്മൾ ആ ബാലകൃഷ്ണ മാമനും വാസന്തിയൊക്കെ. പിന്നെ സെക്കൻഡ് ബോക്സിൽ ഹിരണിന്റെ ഓപ്പറേഷൻ ഞാൻ കണ്ടില്ലേ? ഹിരണിന്റെ എടാ ഗോപാല, ഹിരണന്റെ അല്ല, അതെന്തിനാവട്ടെ. ആ ഓപ്പറേഷൻ കഴിഞ്ഞ സുദേവ മാമനും അമ്പി അമ്മയും ഇവർ 4 പേര് എപ്പോ നോക്കിയാലും എല്ലാവരും തമാശയെ പറഞ്ഞ് പൊട്ടിച്ചിട്ടോണിയെ കഴിച്ചതാണ് കേട്ടാ. എന്റെ കൂലങ്കക്ഷമായ അന്വേഷണത്തിൽ അതിന്റെ ഗുഡൻസിനെ കണ്ടുപിടിച്ചു. എന്തേലും കക്ഷം കൂലങ്കക്ഷം എന്ന് വെച്ചാൽ അവരെപ്പോഴും സന്തോഷമായിരിക്കുന്നതിന് കാരണം എന്താണ്? എന്താ കാരണം? അവർക്ക് മക്കളില്ല. നല്ല കണ്ടുപിടുത്തം. ചേട്ടാ തമാശയല്ല. നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരെ എപ്പോ നോക്കിയാലും പഴയ ഫോട്ടോ നോക്കിയിട്ട് കരയുന്നതിനാ? മക്കളെ ഓർത്തല്ലേ? അവർക്ക് അങ്ങനെ ചിന്ത ചെയ്യും. എന്താ ശരിയല്ലേ? ഒരു കണക്കിന് നീ പറഞ്ഞത് ശരിയാണ്. ഒരു കണക്കിനല്ല, എല്ലാ കണക്കിനും ശരിയാണ്. എന്നാലും മക്കളില്ലാത്തവർക്ക് അതിൻ്റെതായ, മക്കളുള്ളവർക്ക് അതിൻ്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ, അപ്പൊ ഈ ഗോപാലനെ ഭാഗ്യവാൻ, പെണ്ണുമില്ല പിടക്കോടിയില്ല. എന്നിട്ട് ഞാൻ അടിച്ച് പൊളിച്ച് സന്തോഷമാക്കുന്നില്ലേ? ഗോപാല, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം തുറന്നു പറയാം. ചേട്ടാ 1 2 ചോദിച്ചോ, ഞാൻ സത്യമല്ലേ പറയാറുള്ളൂ. നമ്മുടെ കിച്ചണിലെ പുതിയതായിട്ടൊരു ലേഡി വന്നില്ലേ? എവിടെ കയറി പോണ്? ഈടെ അവര് കുഴപ്പക്കാരിയാണെന്ന് ആളില്ല ചിലരൊക്കെ പറയണത്. അതിന് വല്ല സത്യമുണ്ട്? ആരാ ചേട്ടാ ഈ വേണ്ടാന്നൊക്കെ പറയുന്നത്? ആള് ചേട്ടാ, ഇവിടെ ഉള്ള സ്ത്രീകളിൽ ഏറ്റവും ഡീസന്റ് അവരാണ്. അത്രയും പാവമാണ് ചേട്ടാ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. കൃഷ്ണൻകുട്ടി മാമൻ എന്താ ഇവിടെ? ഞാനിവിടെ കാഴ്ച കണ്ടോണ്ടിരിക്കുക. പിന്നെ കാഴ്ച കാണാറിഞ്ഞ സീൻ കൂട്ടത്തിൽ കൂടെ അല്പം പാടാ. ചേട്ടാ, വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നു. ഞാനിപ്പോ എയർപോർട്ടിലേക്ക് പോവുകയാണ്. വന്നിട്ട് വിശദമായിട്ട് സംസാരിക്കണം. ഓക്കെ? അപ്പൊ അങ്ങ് നേരെ എയർപോർട്ടിലേക്കാണോ? അതെ. എന്താ കാര്യം? അല്ല, വേണമെങ്കിൽ സഹായത്തിന് ഗോപാലനെ ഇടാമായിരുന്നു. ആയിക്കോട്ടെ, വിരോധമില്ല. സാറേ റൂമിൽ നിന്ന് വല്ലതും എടുത്തോണ്ടാ? ഇല്ല, റൂമിൽ നിന്നൊന്നും കൊടുക്കാനില്ല. പക്ഷേ ഇവിടെ നിന്ന് എടുക്കാനും. ഇവിടെ ഇപ്പൊ എന്താ അങ്ങനെ എടുക്കാൻ? സായി ഗോപാലിനെ അല്ലാതെന്താ? പിന്നെ മറ്റൊന്നുകൂടി എടുക്കാനുണ്ട്. അത് അതിന്റെ സമയമാകുമ്പോ ഞാൻ എടുത്തോളാം കേട്ടോ. മോളെ, വിശ്വനാഥൻ എങ്ങോട്ട് പോയി? ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് അപ്പൊ ആ വാഴത്തോട്ടത്തില് മറ്റും ആയിരിക്കും. ഇനി വന്നെ. വെറുതെ അല്ല വിശ്വനാഥൻ നിന്നെ നഴ്സിംഗ് അയച്ച് പഠിപ്പിച്ചത്. മരുന്നെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ മോളെ. അപ്പൊ ഞാൻ എയർപോർട്ടിൽ പോയിട്ട് വരാം. ഓക്കെ? കുഞ്ഞെ സൂപ്പർവൈസർ അഭാവത്തിൽ ഒന്നിനൊരു കുറവില്ലെന്ന് വെച്ചോളെ. ചേട്ടാ, ഞാൻ പറഞ്ഞ സീൻ കാണാൻ മക്കളെ. ഇവിടെ നിൽക്കുമായിരുന്നു. ഞാൻ റൂമിൽ പോയി നോക്കി. ഇവിടെ ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കണ്ടാൽ മോളെ, ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും കോൺഫറൻസ് ഹാളിൽ വരണമെന്ന് വിശ്വനാഥൻ സാർ പറഞ്ഞു. അതെ, വർഗീസങ്ങളുടെ മകൻ ഇന്ന് അമേരിക്കയിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന് പരിചയപ്പെടുത്താനായിരിക്കും. അല്ല കമലമ്മോ, നീ ഏരിയാവിലെ വലിയ കൂട്ടായതാണ്. ചേട്ടാ, കുറച്ചു നേരമേ ആയുള്ളൂ ഇവരൊക്കെ എന്നോട് കൂടാൻ വേണ്ടിട്ട്. അത് നന്നായി, അത് നന്നായി. അതിന്റെ ക്രെഡിറ്റ് എന്റെ റാണിമോൾക്കുള്ളതാ. അല്ലേ മോളെ? എന്റെ മോളെ കൂടിയൊക്കെ മാറിക്കാണും. അത് പിന്നെ ഒരു നേരം ഈ കുഞ്ഞ് അടങ്ങിയിരിക്കില്ല. എല്ലാ മുറികളിലും കയറി ഇറങ്ങി സുഖാന്വേഷണം നടത്തലും മരുന്ന് കഴിപ്പിക്കലും ഒക്കെ അല്ലേ. ഇപ്പൊ തന്നെ ഹാളിൽ കസേരകളൊക്കെ അടുക്കിയിടാൻ കൂടിയിട്ടാണ് നിൽക്കുന്നത്. വിശ്വനാഥൻ സാറിന്റെ അതേ രീതി. എല്ലായിടവും വൃത്തിയും എടുപ്പായി ഐശ്വര്യമുണ്ടാകും. അതെ, അസുഖം വരാതിരിക്കണമെങ്കിലേ മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ, പരിസരവും വൃത്തിയായിരിക്കണം. അതങ്ങനെ പറഞ്ഞു കൊടന്റെ മോളെ. മോളെ, ഉച്ചഭക്ഷണം റെഡിയായി. ആ ഗോപാലിനെ അകത്തോട്ട് കണ്ടതേ ഇല്ല. അത് പറയാനാ ഞാൻ വന്നത്. എന്ത് പറ്റി? പിന്നെ ഗോപാലൻ വർഗീസാറിനോട് എയർപോർട്ടിൽ പോയിരിക്കുന്നു. ശരിയാ, ആ സുരേഷിന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ചേച്ചി. സുരേഷ്, ഭക്ഷണം റെഡിയായിട്ടുണ്ട്. മൈക്ക് അനൗൺസ് ചെയ്തേക്കണം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം മീറ്റിങ്ങിന്റെ ഒരു കാര്യം പറയണേ. സ്നേഹദിനത്തിലെ അന്തേവാസികളുടെ ശ്രദ്ധയ്ക്ക് ഭക്ഷണം തയ്യാറായിട്ടുണ്ട്.
എല്ലാവരും കൃത്യമായി ഡൈനിങ് ഹാളിൽ എത്തണമെന്ന് അറിയിക്കുന്നു. ഭക്ഷണത്തിന് ശേഷം എല്ലാവരും മെയിൻ ഹാളിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. കുറച്ചു സമയം വിശ്രമം.